ഹായ് ഫ്രം മോഡി ഡോക്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനലിന് എന്തു പറ്റി എന്നതാണ്. അതായത് എൻ്റെ ചാനൽ നല്ല വ്യൂസ് കയറി വരുന്നുണ്ടായിരുന്നു. ഈ അടുത്തായിട്ട് നല്ല വ്യൂസ് 1,62,000 വ്യൂസൊക്കെ വന്നിരുന്നു ഒരു വീഡിയോയ്ക്ക്. അങ്ങനെ എല്ലാത്തിനും ഒരു 25K, അങ്ങനെ 42, അങ്ങനെ അങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. ഓരോന്നും മിനിമം 5K എല്ലാത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വ്യൂസ് കുറഞ്ഞു പെട്ടെന്ന്. എന്താന്ന് ചോദിച്ചാൽ അതേപോലെ സബ്സ്ക്രൈബേഴ്സും നല്ലോണം കയറുന്നുണ്ടായിരുന്നു. ഡെയിലി ഒരു 100ഉം 200ഉം സബ്സ്ക്രൈബേഴ്സ് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതും നിന്നു. എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇത് നോക്കി അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മുടെ വീഡിയോസ് നമ്മൾ ഇടുമ്പോൾ, ഞാനൊരു വീഡിയോസ് ഇട്ടു, അതിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചു. പക്ഷെ ആ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ നമ്മൾ അത്ര ഇതാക്കിയില്ല. പെട്ടെന്ന് പാനിക്കായി. എന്താന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇങ്ങനെ കയറി വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് കോപ്പിറൈറ്റ് കാണിച്ചപ്പോൾ ഇഷ്യൂ ഉണ്ട്, ബ്ലോക്ക്ഡ് ആണ് എന്നാണ് കാണിച്ചത്. ഞാനത് അങ്ങ് ഡിലീറ്റ് ആക്കി. ആ ഡിലീറ്റ് ആക്കി എടുത്ത് വെച്ച് പഴച്ചു. നമ്മൾ ഡിലീറ്റ് ആക്കാൻ പാടില്ലായിരുന്നു. കാരണം ഡിലീറ്റ് ആക്കിയാൽ പിന്നീട് നമ്മളെ ഇവര് സപ്പോർട്ട് ചെയ്യൽ കുറയ്ക്കും. അതേപോലെ അത് അൺലിസ്റ്റഡ് ആക്കി വെച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ വീഡിയോ ഇടുന്നവരാണെങ്കിൽ അൺലിസ്റ്റഡ് ആക്കി മാറ്റി വെച്ചാൽ മതിയത്. അൺലിസ്റ്റഡ് ആക്കി ആരും കാണൂല, പിന്നെ ഡിലീറ്റ് ആക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ പബ്ലിക് ആക്കാഞ്ഞാൽ മതി. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പിന്നെ കുറെ കയറി വന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോഴേക്ക് അത് അടിയിലേക്ക് പോകുമല്ലോ കുറെ വീഡിയോസ് വരുമ്പോൾ. പിന്നെ അതേപോലെ വേറൊരു ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, നമ്മൾ ഒരു വീഡിയോ ഇട്ടു യൂട്യൂബിലേക്ക് പബ്ലിക്കാക്കി ഇട്ടു, അതിന് ശേഷം അതിൽ എഡിറ്റിങ് ചെയ്യാനേ പാടില്ല. ഓൾറെഡി നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് എഡിറ്റ് ചെയ്ത് ഓഡിയൻസിനെയൊക്കെ സെലക്ട് ചെയ്തിട്ട് വേണം ഇടാൻ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഓഡിയൻസിനെ മാറ്റുമ്പോൾ യൂട്യൂബ് കൺഫ്യൂഷനിലാവും. അപ്പോൾ യൂട്യൂബ് പിന്നീട് നമ്മുടെ ഷോർട്സുകളെ ഒന്നും സപ്പോർട്ട് ചെയ്യാതാവും. അപ്പം നമ്മുടെ വ്യൂസൊക്കെ വളരെ കുറവായിരിക്കും. അപ്പം അതങ്ങനെ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇടുന്ന ഷോർട്ടുകൾ ഇവര് എന്തായാലും സപ്പോർട്ട് ചെയ്യില്ല. യൂട്യൂബ് സപ്പോർട്ട് ചെയ്തില്ല പിന്നെ കഴിഞ്ഞില്ലേ. യൂട്യൂബിന്റെ സപ്പോർട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട. അപ്പോൾ യൂട്യൂബിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ആദ്യം ഇടുന്ന കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഇടുക, അങ്ങനെ അങ്ങ് പോട്ടെ. അതേപോലെ മറ്റേ കോപ്പിറൈറ്റ് വന്നാലും നമ്മൾ വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്തു. നമ്മളിനി മോശമായാൽ തന്നെ നമ്മളത് അൺലിസ്റ്റഡ് ആക്കി വെക്കുക എന്നല്ലാതെ ഡിലീറ്റ് ചെയ്ത് കളയാൻ നിൽക്കരുത്. അതും യൂട്യൂബിന് താല്പര്യമില്ലാത്ത പരിപാടിയാണ്. നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇനി കുറച്ച് ആള് ഓൺ വോയിസിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ കയറി വരും. അങ്ങനെ എങ്ങനെയൊക്കെ കയറി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഈ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. ഓക്കെ.